ദൈവപുത്രനായ യേശുക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കാം. നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന് തോൽപ്പിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. യേശുക്രിസ്തു മൂലം ഞങ്ങൾ യാചിക്കുന്നു. നമുക്ക് ഗാനം ആലപിക്കുവാനായിട്ട് ക്രമീകരണങ്ങൾ നിർവഹിക്കുന്നതാണ്. ലോകം മുഴുവനും ശാന്തിയും സമാധാനം എന്നതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നതോടൊപ്പം സെന്റ് സ്റ്റീഫൻസ് സഭയിലെ എല്ലാ പ്രഭാവങ്ങളെയും ഈ ശാന്തിരാത്രിയിലേക്കും ഈ വർഷത്തെ കലോത്സവത്തിലേക്കും ക്ഷണിക്കുന്നു. നമുക്ക് ഒന്നായി പാടാം. കേൾക്കുവിൻ, ആസ്വദിക്കുവിൻ, ഈ ക്രിസ്തുമസ് നാളുകൾ ഏറ്റുപാടുവിൻ. നമ്മളെല്ലാവരും സ്വാഗതം ചെയ്യുന്നതിനായി സെന്റ് സ്റ്റീഫൻസ് ചർച്ച് ഇടപെട്ടതിനായ നമ്മുടെ സ്വന്തം റവൻ ജോസഫ് പി ചാക്കോച്ചനെ ഏറ്റവും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. ബഹുമാനായ എല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്യുവാനായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. വളരെ സന്തോഷകരമായ സയൻസ് ഇന്ത്യയിലാണ് നമ്മൾ ആയിരിക്കുന്നത്. എത്ര വലിയ സന്തോഷമാണ് നമ്മൾ അനുഭവിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, ആഗമന കാലഘട്ടം ഡിസംബർ മാസം 1-ാം തീയതി മുതൽ നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ പ്രകൃതിയുടെ നിറമാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആധുനിക സാങ്കേതികതയിലുള്ള സ്റ്റാറുകളൊക്കെയായി വളരെ മനോഹരമായി വളരെ സൗന്ദര്യത്തോടു കൂടിയാണ് നമ്മുടെ ഓരോ ഗ്രാമങ്ങളും പ്രദേശങ്ങളൊക്കെ ആയിരിക്കുന്നത്. അത് ലോകമാകമാനം ഈ അഡ്വൻസ് സീസൺ എന്ന് പറഞ്ഞ ആഗമന കാലഘട്ടം എന്ന് പറയുന്നത് പ്രകൃതിയുടെ സൗന്ദര്യം നമുക്ക് ആവോളം ആസ്വദിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത്. അത് മാത്രമല്ല, രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനത്തെ പ്രഘോഷം ചെയ്യുന്നതായ മനോഹരമായ ഗാനങ്ങൾ, വേദഭാഗങ്ങളും ഒക്കെ നമ്മൾ വായിച്ചു കേൾക്കുകയും ഒക്കെ ചെയ്യുന്നു. വലിയൊരു സന്തോഷമാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ അനുഭവിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ആയുസ്സിൽ നമുക്ക് ആ വലിയ സന്തോഷത്തിൽ പങ്കുചേരുവാനായിട്ട് സർവശക്തനായ ദൈവനമ്പുരാൻ നമുക്ക് തന്ന അവസരത്തിനായിട്ട് കർത്താവിന് നന്ദി, സ്തോത്രം, ആരാധന അർപ്പിക്കുന്നു. സന്ദേശം നമുക്ക് നൽകുന്നത് ബഹുമാനപ്പെട്ട ജി എബനേസർ എന്ന് പറയുന്ന ദൈവദാസനാണ്. അദ്ദേഹം പ്രിയപ്പെട്ടവർ അവരെല്ലാവരെയും ഒരു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സയൻസ് ഇന്ത്യ വളരെ സന്തോഷകരമായ അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ സ്മരിക്കുന്നു. നമുക്ക് തുടർന്ന് ഗാനങ്ങൾ ശ്രമിക്കുവാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുങ്ങാം. കഷ്ടതയിലിരുന്ന ദേശത്തിന് തിമിരം നിൽക്കയില്ല. പണ്ടവൻ സെബുലൂൻ ദേശത്തും നഫ്താലി ദേശത്തിനും ഹീനത വരുത്തിയെങ്കിലും പിന്നത്തേതിൽ അവൻ കടൽ വഴിയായി യോർദാൻ അക്കരെയുള്ള ജാതികളുടെ മണ്ഡലത്തിന് മഹത്വം വരുത്തും. ഉന്നതത്തിൽ ദൈവമഹത്വം, സന്മനസ്സുള്ളവർക്ക് ശാന്തി. സർവ്വജനവും ആ ഗാനം കേട്ട് ഒരു താരം വാനിലുദിച്ചു എന്ന ഗാനം പാടുന്നതിന് സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും സ്വാഗതം ചെയ്യുന്നു. നീയോ ബേത്ലഹേം എഫ്രേത്ത്, നീ യഹൂദ സാഹസ്യങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേൽ അധിപതിയായിരിക്കേണ്ടവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവൻ്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനവുമായതു തന്നെ. അതുകൊണ്ട് പ്രസവിക്കാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും.
ക്രിസ്തുവിൻ്റെ ജനനം ഇവണ്ണമായിരുന്നു. അവൻ്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുൻപേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായതുകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഏറ്റവും പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ ക്രിസ്മസ് കാരോൾ നൈറ്റിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവം ആയിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെ ആയിരുന്നു. സകലവും അവൻ മുഖാന്തരം ഉളവായത് ഒന്നും അവനെ കൂടാതെ ഉളവായതല്ല. പാടുന്നു. പടിഞ്ഞാറ് ഭാഗത്തെ കുടുംബാംഗങ്ങൾ. കൈസരുടെ ഒരു ആജ്ഞ പുറപ്പെട്ടു. കുറന്യോസ് സുറിയ നാട് വാഴുമ്പോൾ ഈ ഒന്നാമത്തെ ചാർത്തൽ ഉണ്ടായി. ശോഭ പരത്തിയ താരത്തെ കാണുവാൻ രാജാക്കന്മാരോടൊപ്പം ഓടിയെത്തുന്ന നമ്മുടെ യുവജനങ്ങളും. സമ്മാനം പാരും പുഴകളും മഞ്ഞണിഞ്ഞ മാമലയും ദൂരെ വിണ്ണഴകും സാക്ഷികളും വചനത്തിന്റെ ശുശ്രൂഷകന്മാരുമായവർ നമ്മെ ഭാരമേൽപ്പിച്ചതുപോലെ നമ്മുടെ ഇടയിൽ പൂർണ്ണമായി പ്രമാണിച്ചു വരുന്ന കാര്യങ്ങളെ വിവരിക്കുന്ന ഒരു ചരിത്രം ചുമപ്പാൻ പലരും തുനിഞ്ഞിരിക്കൊണ്ട് നിനക്ക് ഉപദേശം ലഭിച്ചിരിക്കുന്ന വാർത്തയുടെ
നിശ്ചയം നീ അറിയേണ്ടതിന് അത് ക്രമമായി എഴുതുന്നത് നന്നെന്ന് ആദ്യം മുതൽ സകലവും സൂക്ഷ്മമായി പരിശോധിച്ചിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. ഇത് മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. കേൾക്കാദൂത സത്സ്വരം എന്ന ഗാനവുമായി ഇതാ ഈ സഭയിലെ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു. അവൻ്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല. ഈ വർഷത്തെ ക്രിസ്മസ് സൗഭാഗ്യ കുടുംബത്തെയാണ് തിരഞ്ഞെടുക്കുന്നത്. ക്രിസ്മസ് സൗഭാഗ്യ കുടുംബത്തിലെ ആദ്യ നമ്പർ 10 നമ്പർ കുടുംബമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ജെയിംസ് ആൻഡ് നിഷ പുത്തൻവീട്ടിൽ. നല്ലൊരു കയ്യടി കൊടുത്തേ. ഓക്കെ, നല്ലൊരു കയ്യടി. അവർക്കുള്ള രണ്ടാമത്തെ കുടുംബത്തിന് ഒന്ന് മുന്നോട്ട് വരും. രണ്ടാമത്തെ കുടുംബത്തിന് സെലക്ട് ചെയ്യുന്നു. ക്രിസ്മസ് സൗഭാഗ്യ കുടുംബത്തിലെ രണ്ടാമത്തെ കുടുംബം 11 നമ്പർ ജോർജ് കെ എം കുന്നുംപുറത്ത്. ഫാമിലിയായിട്ട് നല്ലൊരു കയ്യടി. ക്രിസ്മസ് സൗഭാഗ്യ കുടുംബത്തിലെ രണ്ടാമത്തെ ഫാമിലി ജോർജ് കെ എം കുന്നുംപുറത്ത്. മുന്നോട്ട് വരാം. നല്ലൊരു കയ്യടി. സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിട്ടുള്ള എല്ലാവരോടും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. ക്രിസ്മസ് സൗഭാഗ്യ കുടുംബത്തിലെ ആദ്യ കുടുംബം ജെയിംസ് ആൻഡ് നിഷ പുത്തൻവീട്ടിൽ മുന്നോട്ട് വരും. സമ്മാനം കൊടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട അച്ഛനെ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായിട്ട് ജെയിംസ് ആൻഡ് നിഷ പുത്തൻവീട്ടിലെ കുടുംബമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നല്ലൊരു കയ്യടി. താങ്ക് യു അച്ഛാ. അടുത്ത കുടുംബം ജോർജ് കെ എം കുന്നുംപുറത്ത് ഫാമിലിയായിട്ട് ഒന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ സമ്മാനം കൊടുക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിനായി ജോർജ് ചേട്ടൻ്റെ കുടുംബമായിട്ട് നല്ലൊരു കയ്യടി. താങ്ക് യു അച്ഛാ. സമ്മാനം നിർവഹിച്ച അച്ഛനോടും നന്ദി സ്നേഹത്തെ അറിയിക്കുന്നു. തുടർന്ന് നമ്മുടെ ക്രിസ്മസ് ട്രീ, യുവജന പ്രസ്ഥാനത്തിൻ്റെ ക്രിസ്മസ് ട്രീ ഒരുക്കിയിട്ടുണ്ട്.
ഏതാനും ചില ഫലങ്ങളോട് വിറ്റ് പോകാനുണ്ട്. അതും കൂടെ എല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഈ ക്രിസ്മസിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗാനങ്ങളും വേദഭാഗങ്ങളും അതോട് ചേർന്ന് കേക്കിൻ്റെ സെലിബ്രേഷനുമാണ്. അവിടെ ഇപ്പോൾ ഞങ്ങൾ 3 പേര് ഒരുമിച്ച് ചേർന്ന് ഈ കേക്ക് മുറിക്കുവാനായിട്ട് പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് വയ്ക്കാം. എല്ലാവർക്കും കേക്ക് ലഭിക്കുന്നതായിരിക്കും. പ്ലീസ് എല്ലാവർക്കും ഇരിക്കാം. Amen.
ക്രിസ്മസ് ഫാദറിന് ആദ്യം ഒന്നുമില്ലാന്ന് വിചാരിച്ചതാണ്. ഇനിയും എന്തൊക്കെ പറയാനെന്നതാണ് ക്രിസ്മസ് ഫാദർ പറയുന്നത്. ഹലോ, ഓക്കെ. ക്രിസ്മസ് ഫാദറിനെ എല്ലാവർക്കും ഒരു നമസ്കാരം. യെസ്, നമസ്കാരമാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ ഹാപ്പി ക്രിസ്മസ് ആയിരുന്നു പറയുന്നത്. ഓക്കെ, ക്രിസ്മസ് ഫാദർ എവിടെയാണ് സംസാരിക്കുന്നത്? ചൈനയിലാണ് തോന്നുന്നത്. ചൈനയിൽ തന്നെ കൊറോണയാണ്. ഇല്ല, കൊറോണ ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് സൈക്കാട്രിസ്റ്റില്ല. എല്ലാവരും ഒന്ന് എല്ലാവരും ഈ സമയം എല്ലാം ഇഷ്ടപ്പെട്ടോ? ഓക്കെ, എല്ലാ പാട്ടുകളും ഇഷ്ടപ്പെട്ടു. നമ്മുടെ കരോട് ഞങ്ങൾക്ക് പാദത്തിനായിട്ട് കിട്ടിയതാണ്. ഞങ്ങൾക്ക് പാടിക്കുന്നതോട് വഴി നൽകി കയറിയതാണ്. എന്നാലും ക്രിസ്മസ് ഫാദറിനെ ഞങ്ങളോട് വന്നതിന് വളരെ സന്തോഷമുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്മസ് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഫാദർ നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ആണ് പറയുന്നത്. നമുക്ക് ഇനി താങ്ക് യു ഫാദർ, ഞങ്ങളുടെ വന്ന് ഞങ്ങളുടെ ക്രിസ്മസിനൊക്കെ അവിടെ കൂടിയത്. താങ്ക് യു. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ് അറിയിച്ചുകൊണ്ട് പോയത്. ഓക്കെ, താങ്ക് യു. Thank you.
ക്രിസ്മസ് കരോൾ സർവീസ് കൂടുവാനും അതിൽ നമുക്ക് എല്ലാവിധ പാട്ടുകൾ പാടുവാനും അത് കേൾക്കുവാനും നല്ല ക്രിസ്മസ് സന്ദേശം നൽകുവാനും ദൈവം ചെയ്ത ആയുസ്സിനും ആരും ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കട്ടെ. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല. അതുകൊണ്ട് ഗാനങ്ങൾ ആലപിച്ചതായ ഗായസംഘത്തോടും സംഘടനകളോടും അതുപോലെ തന്നെ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം അവിടുത്തെ പ്രിയപ്പെട്ടവരോടും സൺഡേ സ്കൂൾ പ്രസ്ഥാനം, ഗായസംഘം, റിട്ടയേർഡ് ആൻഡ് പെൻഷനേഴ്സ് എംപ്ലോയീസ് അസോസിയേഷൻ, അതുപോലെ തന്നെ യൂത്ത് മൂവ്മെൻറ്റ്, ഇങ്ങനെയുള്ള ചർച്ച് കമ്മിറ്റി, അതുപോലെ തന്നെ കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം, ഇങ്ങനെ ആണ് നമുക്ക് ഇന്നത്തെ ഗാന സദ്യ ക്രമീകരിച്ചിരുന്നത്. എല്ലാ സംഘടനകളോടുള്ളതായ നന്ദി സ്നേഹത്തെ ഞാൻ അറിയിക്കുന്നു.